യെസ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സെൽ ഓർഗണലാണ്. ഇതിൽ നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ, അതായത് ചുരുക്കാൻ പറ്റിയിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ല. എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചധികം പോയിൻറ്റ്സ് ഇതിൽ കാണാൻ പറ്റും. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഇതാണ് മൈറ്റോകോൺട്രിയ. കണ്ടോ? യെസ്, മൈറ്റോകോൺട്രിയനെ നമ്മൾ സെല്ലിൻ്റെ ഉള്ളിലെ പവർ ഹൗസ് എന്നാണ് പറയുന്നത്. പവർ ഹൗസ് വേണ്ട, പവർ വെച്ചാൽ എനർജി ഉണ്ടാക്കുന്ന ആളാണ് അല്ലേ? യെസ്, അപ്പോൾ സെല്ലിൻ്റെ അകത്തുള്ള പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. ആരെയാണ് സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുക? യെസ്, നമ്മൾ നേരത്തെ പഠിച്ച ലൈസോസോം അല്ലേ? ഇത് പവർ ഹൗസ് കേട്ടോ. പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. ദെൻ മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് എനർജി ഫോർ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് സെൽ. യെസ്, എന്തുകൊണ്ടാണ് ഇവരെ പവർ ഹൗസ് എന്ന് വിളിക്കാൻ കാരണം വെച്ചാൽ സെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ പ്രവർത്തികൾ നടക്കുമോ, എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുമോ അതിനെല്ലാം വേണ്ട എനർജി ഉണ്ടാക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. ഓക്കെ, എനർജി ഉണ്ടാക്കി കൊടുക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. അതുകൊണ്ടാണ് അതിനെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. ദെൻ ദ എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ATP. യെസ് ചിൽഡ്രൻ, നോക്കൂ, ഇവർ എനർജി ഉണ്ടാക്കുന്നത് ATP എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൻ്റെ രൂപത്തിലാണ്. സോ ദിസ് ഇസ് ദ എനർജി മോളിക്യൂൾ. ഓക്കെ, സോ മൈറ്റോകോൺട്രിയ ഉണ്ടാക്കുന്ന എനർജി ഏത് രൂപത്തിലാണ്? ATPയുടെ രൂപത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, യെസ്, ദ ഫുൾ ഫോം ഓഫ് ATP. ATPക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്, പൂർണ്ണ രൂപമുണ്ട്, പൂർണ്ണമായ ഒരു പേരുണ്ട്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ATPയുടെ ഫുൾ ഫോം ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, സോ വാട്ട് ഇസ് ദി ഫുൾ ഫോം ഓഫ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, യെസ്, ദ ATP ഈസ് നോൺ ആസ് ദി എനർജി കറൻസി ഓഫ് ദ സെൽ. സെല്ലിൻ്റെ അകത്തുള്ള എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ഈ ATP ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമ്മൾ ചില്ലറ അല്ലെങ്കിൽ നമ്മുടെ കാശ് എടുത്ത് കൊടുക്കും അല്ലേ? ദാറ്റ് ഇസ് അവർ കറൻസി. യെസ്, സെല്ലിൻ്റെ ഉള്ളിൽ സെല്ലിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ ഈ ATP ചിലവാക്കിയെങ്കിൽ മാത്രമേ, യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കുള്ളൂ. കാരണം ATPയുടെ അകത്താണ് എനർജി ഇരിക്കുന്നത്. സോ ATP ഈസ് നോൺ ആസ് എനർജി കറൻസി ഓഫ് സെൽ. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ദെൻ ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് എ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഹൗ മെനി ലെയേഴ്സ് ആർ ദർ ഇൻ മൈറ്റോകോൺട്രിയ? മൈറ്റോകോൺട്രിയയ്ക്ക് എത്ര ലെയറുകളുണ്ട്? യെസ്, യു ക്യാൻ സീ എ ലെയർ ഹിയർ ആൻഡ് യു ക്യാൻ സീ അനദർ ലെയർ ഹിയർ. സോ ദർ ആർ 2 ലെയേഴ്സ് ഇൻ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയ്ക്ക് എത്ര ലെയേഴ്സ് അല്ലെങ്കിൽ എത്ര മെമ്പറൈൻ ഉണ്ട്? ദർ ആർ 2 മെമ്പറൈൻസ് ആർ പ്രസൻറ്റ് for mitochondria. A outer membrane like this. കണ്ടോ, ഞാൻ ഔട്ടർ മെംബ്രെയിൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, this is the outer membrane and the orange line. okay, inside that is the inner membrane. 2 membranes ആണ് ഉള്ളത്. Then the outer membrane is porous. Yes, outer membrane porous ആണ്. porous എന്ന് വെച്ചാൽ എന്താ? നിറയെ സുഷിരങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ പുറത്തൊക്കെ നിറയെ ഓട്ടകൾ ഉണ്ടാവും. So outer membrane is very porous in nature. Then inner membrane is folded. യു ക്യാൻ സീ, നോക്കി നോക്കൂ, ഇന്നർ മെംബ്രെയിൻ, ഈ ഓറഞ്ച് മെംബ്രെയിൻ പ്ലസ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കി നോക്കൂ. ഇന്നർ മെംബ്രെയിൻ, ഉള്ളിലുള്ള പാളികളൊക്കെ ഇങ്ങനെ ചുരുണ്ട് ഫോൾഡ് ചെയ്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. മടങ്ങുകളും ചുരുങ്ങുകളും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ദ ഇന്നർ മെംബ്രെയിൻ ഈസ് ഫോൾഡഡ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നറിയോ? യെസ്, ടു ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് ATP സിന്തസിസ്. അതായത് ഇതിൻ്റെ അകത്താണ് അല്ലേ ഈ ATPകൾ ഉണ്ടാക്കുക. മൈറ്റോകോൺട്രിയയുടെ ATP ഉണ്ടാക്കുന്നത് ഇവിടെ അല്ലേ? യെസ്, അപ്പോൾ ഈ ATPകൾ ഉണ്ടാക്കുന്നതിൻ്റെ മാക്സിമം സർഫസ് ഏരിയ, അതായത് എല്ലാ ഭാഗം കൊണ്ടും ഒരുപാട് ATP മോളിക്യൂൾസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഓരോ മടക്കിൽ നിന്നും ഒരുപാട് ATP മോളിക്യൂളുകൾ ഉണ്ടാവും. ഓക്കെ, ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്നർ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി മൈറ്റോകോൺട്രിയയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഹാവ് ഇറ്റ്സ് ഓൺ DNA. ഓക്കെ, മൈറ്റോകോൺട്രിയയ്ക്ക് അതിൻ്റെ സ്വന്തമായിട്ടൊരു DNA ഉണ്ട്. കണ്ടോ, ഞാൻ ആ വൈലറ്റ് ത്രെഡ് പോലെ വരച്ചിരിക്കുന്നത് കണ്ടോ? യെസ്, അത് മൈറ്റോകോൺട്രിയയുടെ DNA ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നോക്കൂ, ഇതിൻ്റെ ഉള്ളിലത്തെ മടക്കുകളിൽ ഞാൻ കുറേ ഡോട്ട് പോലെ കുറേ സാധനങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ? അതെന്താണ്? റൈബോസോംസ് ആണ് കേട്ടോ. യെസ്, അപ്പോൾ മൈറ്റോകോൺട്രിയയ്ക്കാണ് സ്വന്തമായിട്ട് റൈബോസോമും DNA ഉള്ളത്. ഓക്കെ, സ്വന്തമായിട്ട് 3 റിസർവ് ബാങ്ക് ഉണ്ട് പറഞ്ഞ പോലെ മൈറ്റോകോൺട്രിയയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അവർക്ക് സ്വന്തമായിട്ട് DNAയും അതേപോലെ സ്വന്തമായിട്ട് റൈബോസോമും ഉണ്ട്. അപ്പോൾ ഈ DNA-യും റൈബോസോമും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പ്രോട്ടീനുകൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈറ്റോകോൺട്രിയയ്ക്ക് സ്വന്തമായിട്ട് DNA-യും
റൈബോസോമും ഉള്ളത് കൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയയ്ക്ക് അവനവന് വേണ്ട പ്രോട്ടീനുകൾ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയ്ക്ക് മാത്രമായിട്ടുള്ള പ്രോട്ടീനുകളൊക്കെ അവർ തന്നെ ഉണ്ടാക്കിക്കോളും. കാരണം DNA ഉണ്ട് അതിൻ്റെ അകത്ത്, റൈബോസോംസും ഉണ്ട്. സോ ഇത് രണ്ടും മതി പ്രോട്ടീൻ ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മൈറ്റോകോൺട്രിയ. വൺസ് അഗെയിൻ ഞാൻ ഒന്നും കൂടി പറയാം. മൈറ്റോകോൺട്രിയ ഈസ് നോൺ ആസ് ദി പവർ ഹൗസ് ഓഫ് സെൽ. വൈ? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് എനർജി ഫോർ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് സെൽ. ദെൻ എനർജി ഏത് മോളിക്യൂളിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കുക? എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ATP. What is the full form of ATP? Adenosine triphosphate. Okay, so ATP is otherwise known as the energy currency of cell. Okay, multiple questions, അതായത് MCQs ചോദിക്കുമ്പോൾ ഇതൊക്കെ ആയിരിക്കും ചോദിക്കേണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എംഫസൈസ് ചെയ്യുന്നത്. Energy currency of cell is known as ATP. And look at the structure of mitochondria. How many layers are there? There are 2 membranes are present, outer membrane and inner membrane. What is the feature of outer membrane? Outer membrane is porous, അല്ലേ? ഒരുപാട് ഓട്ടകൾ ഉണ്ടാവും. Then inner membrane is highly folded. മടക്കുകളാണുള്ളത്. ഫോൾഡ് ചെയ്ച്ചാൽ മടക്കുകൾ അല്ലേ? അപ്പോൾ ഇന്നർ മെംബ്രെയിനിൽ ഒരുപാട് മടക്കുകൾ കാണാൻ പറ്റും. ദെൻ ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളിലത്തെ മെംബ്രെയിൻ ഇങ്ങനെ മടക്കിയിരിക്കുന്നത്? മാക്സിമം നമ്പർ ATP ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഒരുപാട് മടക്കുകൾ കൊടുത്തിരിക്കുന്നത്. സോ ഇൻക്രീസ് ദി സർഫസ് ഏരിയ ഓഫ് ATP സിന്തസിസ്. സോ ദാറ്റ് ഇസ് ദി റീസൺ. ദെൻ മൈറ്റോകോൺട്രിയയ്ക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണ്? അതിന് സ്വന്തമായിട്ട് DNAയും റൈബോസോമും ഉണ്ട്. ദാറ്റ്സ് വൈ they can produce their own protein. So I hope it is clear for you. Moving on to the next cell organelle, which is the plastid. Okay, now we are going to study plastid. Plastid is a cell organelle which is present only in plants. Okay, if you look at an animal cell, you can't see this cell organelle. ഈ cell organelle നിങ്ങൾക്ക് animal cellൻ്റെ അകത്ത് കാണില്ല. ഇത് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന ഒരു സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. ഓക്കെ, സോ ദർ ആർ 2 types ഓഫ് പ്ലാസ്റ്റിഡ്സ്. അത് 2 types ഓഫ് പ്ലാസ്റ്റിഡ്സ് ആണുള്ളത്. ഫസ്റ്റ് ടൈപ്പ് ഇസ് ദി ക്രോമോപ്ലാസ്റ്റിഡ് ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഇസ് ദി ല്യൂക്കോപ്ലാസ്റ്റിഡ്. വിച്ച് ആർ ദി? ക്രോമോപ്ലാസ്റ്റിഡ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റിഡ്. ഞാൻ അതിൻ്റെ താഴെ ബ്രാക്കറ്റിലിട്ട് എഴുതിയിട്ടുണ്ട്. ക്രോമോപ്ലാസ്റ്റിഡ് ആർ കളേർഡ്. ഓക്കെ, ക്രോമോപ്ലാസ്റ്റിഡ്സ് കളേർഡ് ആയിരിക്കും കേട്ടോ. പല കളറിലായിരിക്കും ഈ പ്ലാസ്റ്റിഡുകൾ ഉണ്ടാവുക. സോ കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിഡുകളെ നമ്മൾ എന്താ പറയുക? ക്രോമോപ്ലാസ്റ്റിഡ്. ഇനി അതേപോലെ ഓൾമോസ്റ്റ് വെള്ള കളറിൽ അല്ലെങ്കിൽ കളറേ ഇല്ലാത്ത പ്ലാസ്റ്റിഡുകളെയാണ് നമ്മൾ ല്യൂക്കോപ്ലാസ്റ്റിഡ് എന്ന് വിളിക്കുക. ല്യൂക്കോപ്ലാസ്റ്റിഡ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ആൻഡ് ഈ ക്രോമോപ്ലാസ്റ്റിഡ് ഞാൻ പറഞ്ഞു കളേർഡ് ആയിരിക്കും എന്നല്ലേ? യെസ്, ഈ ക്രോമോപ്ലാസ്റ്റിഡുകളിൽ പച്ച കളറുള്ള ക്രോമോപ്ലാസ്റ്റിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ് എന്താണ് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു നിറം നൽകുന്ന വസ്തു ഉള്ളത്. ആ നിറം നൽകുന്ന വസ്തുവാണ് ചെടികൾക്ക് പച്ച നിറം നൽകുന്നത് അല്ലേ? യെസ്, അപ്പോൾ ക്രോമോപ്ലാസ്റ്റിൽ വരുന്ന ഒരാൾ തന്നെയാണ് ക്ലോറോപ്ലാസ്റ്റ്. പച്ച നിറമുള്ള ക്രോമോപ്ലാസ്റ്റ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. മനസ്സിലായില്ലേ? ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്തുള്ള കളർ ഗീവിങ് സബ്സ്റ്റൻസ് ആണ് ക്ലോറോഫിൽ. ദെൻ ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റോർ സ്റ്റാർച്ച്, ഓയിൽ ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, എന്താണ് സ്റ്റാർച്ചിനെ, അതുപോലെ തന്നെ ഓയിൽ, ചെറിയ രീതിയിലുള്ള എണ്ണ, അതായത് ഫാറ്റിനെ, ദെൻ പ്രോട്ടീനുകളെ ഒക്കെ ശേഖരിച്ച് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ ജോലി. ഓക്കെ, ക്രോമോപ്ലാസ്റ്റിലുള്ള ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ജോലി എന്താ? ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? പച്ച കളറിലുള്ള ക്ലോറോപ്ലാസ്റ്റും ക്ലോറോഫിലൊക്കെ ഫോട്ടോസിന്തസിസിനല്ലേ സഹായിക്കുന്നത്? യെസ്. ഇനി ഈ ക്രോമോപ്ലാസ്റ്റിൽ പച്ച നിറം മാത്രമല്ല കേട്ടോ, ചുവപ്പ് നിറമുള്ള ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്, ദെൻ ഓറഞ്ച് നിറത്തിലുള്ളതുണ്ട്, മഞ്ഞ നിറത്തിലുള്ളതുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ക്രോമോപ്ലാസ്റ്റ് ഉണ്ട്. ഞാൻ പച്ച നിറത്തിലുള്ളതിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് മാത്രം. അതേ നിങ്ങൾ ടെക്സ്റ്റിലും മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, യെസ്. ദെൻ see, this is a image of plastid which is much similar to the mitochondria അല്ലേ? മൈറ്റോകോൺട്രിയയുമായിട്ട് ഒരുപാട് സാമ്യതകളുള്ള ഒരാൾ കൂടിയാണ് കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിഡ്. യെസ്, എന്തൊക്കെയാണ് നോക്കാം. നോക്കൂ, ആദ്യം പ്ലാസ്റ്റിഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കോളൂ. എത്ര ലെയർ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? 1, 2 അല്ലേ? 2 ലെയർ, 2 മെംബ്രെയിൻ ഉണ്ട്. ദെൻ മെംബ്രെയിൻ്റെ ഉള്ളിൽ കുറേ എന്താണ് ന്യൂമറസ് ലെയേഴ്സ് അല്ലേ? ഒരുപാട് ലെയറുകൾ ഇങ്ങനെ എന്താണ് ഒന്നിന് മേലെയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച പോലെ എംബഡ് ചെയ്തിട്ടുണ്ട്. എംബഡ് ചെയ്യാച്ചാൽ അടുക്കി വെക്കാം അല്ലേ? എംബെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്ന പോയിന്റ് നോക്കാം. ഇൻസൈഡ് എ പ്ലാസ്റ്റിഡ് ന്യൂമറസ് ലെയേഴ്സ് എംബഡഡ് ഇൻ എ മെറ്റീരിയൽ കോൾഡ് സ്ട്രോമ. യെസ്, ഞാൻ സ്ട്രോമ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മുടെ പ്ലാസ്റ്റിഡിൻ്റെ അകത്ത്
ഒരുപാട് ലെയറുകൾ കണ്ടോ, ഒരുപാട് പാളികൾ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ആ അടുക്കി വെച്ചിരിക്കുന്നത് ഒരു മെറ്റീരിയലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, കണ്ടോ, പുറത്ത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഒരു വസ്തു ഉണ്ട്. ആ വസ്തുവിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രോമ എന്ന് പറയുന്നൊരു വസ്തുവിൻ്റെ മുകളിലായിട്ട് പല 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 ലെയറുകൾ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ടുണ്ടാവും. ഏതിൻ്റെ ഉള്ളിൽ? പ്ലാസ്റ്റിഡിൻ്റെ അകത്ത് കേട്ടോ. ദെൻ ലൈക്ക് മൈറ്റോകോൺഡ്രിയ, പ്ലാസ്റ്റിഡ് ഹാവ് ഓൾസോ ദെയർ ഓൺ DNA ആൻഡ് റൈബോസോം. യെസ്, പ്ലാസ്റ്റിഡ്സിന് മൈറ്റോകോൺഡ്രിയയെ പോലെ തന്നെ സ്വന്തമായിട്ട് DNA-യും അതുപോലെ റൈബോസോമും ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, നമ്മളുടെ ഇന്നലത്തെ MCQ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട് ഈസ് ദിസ് സിമിലാരിറ്റി ബിറ്റ്വീൻ മൈറ്റോകോൺഡ്രിയ ആൻഡ് പ്ലാസ്റ്റിഡ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ അറിയാലോ, മൈറ്റോകോൺഡ്രിയയും പ്ലാസ്റ്റിഡും തമ്മിൽ എന്തെല്ലാം കാര്യത്തിൽ സിമിലാരിറ്റി ഉണ്ട്? സ്ട്രക്ചർ ഏകദേശം സിമിലർ ആണ് അല്ലേ. മാത്രമല്ല മൈറ്റോകോൺഡ്രിയയ്ക്കും പ്ലാസ്റ്റിഡ്സിനും DNA-യും റൈബോസോമും സ്വന്തമായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അവർ തമ്മിലുള്ള സാമ്യത. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്ലാസ്റ്റിഡ്. വൺസ് അഗെയിൻ ഞാൻ ഒന്നും കൂടി പറയാം, പ്ലാസ്റ്റിഡ് ആർ ദി സെൽ ഓർഗനൽ വിച്ച് ഇസ് പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ മാത്രം കാണുന്ന സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡ് രണ്ട് രീതിയിലുണ്ട്, ക്രോമോപ്ലാസ്റ്റുകളും ല്യൂക്കോപ്ലാസ്റ്റുകളും. ക്രോമോപ്ലാസ്റ്റുകൾ പൊതുവെ കളേർഡ് ആയിരിക്കും, ല്യൂക്കോപ്ലാസ്റ്റുകൾ കളർലെസ് ആയിരിക്കും, അല്ലെങ്കിൽ വെള്ള കളറിലായിരിക്കും ഉണ്ടാവുക. ദെൻ ക്രോമോപ്ലാസ്റ്റിൽ വരുന്ന പച്ച കളറുള്ള ക്രോമോപ്ലാസ്റ്റിനെ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് എന്നാണ് പറയുക. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണുന്ന പച്ച കളറുള്ള ആ കളറിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. സോ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ക്ലോറോഫിൽ ഹെൽപ്പ് ഫോർ ഫോട്ടോസിന്തസിസ്. ദെൻ ല്യൂക്കോപ്ലാസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുക? സ്റ്റാർച്ച്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ഓയിൽ, ഇങ്ങനത്തെ കണ്ടൻറ്റിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക, എടുത്തു വെക്കാനാണ് ല്യൂക്കോപ്ലാസ്റ്റ് സഹായിക്കുന്നത്. ദെൻ പ്ലാസ്റ്റിഡിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇൻസൈഡ് ദ പ്ലാസ്റ്റിഡ് വി ക്യാൻ സി സെവറൽ ലെയേഴ്സ് എംബഡഡ് വൺ ഓവർ ദി അതർ ഇൻ എ മെറ്റീരിയൽ കോൾഡ് സ്ട്രോമ. ഓക്കെ, സ്ട്രോമ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൽ, ഒരു വസ്തുവിൻ്റെ പുറത്ത് പല ലെയറുകൾ ഒന്നൊന്നിന് മുകളിലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. Then like mitochondria, plastid have also their own DNA and ribosome. So I hope this is also clear for you. Then our last and final cell organelle is the vacuole. So this is the end of your chapter, fundamental unit of life. We completed that revision. Okay, yes. Without any delay, moving on to the next, vacuoles. Okay. So the last cell organelle is vacuole. Vacuoles, they are the storage sacs. ഞാൻ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളാണ്, അതിൻ്റെ ഭയങ്കരമായിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ വാക്യൂൾസ് എന്താണ്? സ്റ്റോറേജ് സാക്കുകളാണ്, എടുത്തു വയ്ക്കാൻ. സാക്ക് എന്ന് വെച്ചാൽ എപ്പോഴും മീനിങ് ബാഗ് എന്നാണ് കേട്ടോ. ബാഗുകൾ ഉണ്ടാവില്ല, സഞ്ചി. യെസ്, അപ്പോൾ സാക്ക് എന്ന് വെച്ചാൽ ബാഗ്. ഓക്കെ, സോ സ്റ്റോറേജ് ബാഗുകളാണ്, സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗുകളാണ് വാക്യൂളുകൾ. ഓക്കെ, സെല്ലിൻ്റെ അകത്ത് അതാണ് അവർ ചെയ്യുന്നത്. സെല്ലിൻ്റെ അകത്ത് വരുന്ന സോളിഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ളതുമായ വസ്തുക്കളെ എടുത്തു വയ്ക്കാനാണ്, സ്റ്റോർ ചെയ്ത് വെക്കാനാണ് വാക്യൂളുകൾ സഹായിക്കുന്നത്. ഓക്കെ, സോ ദ വാക്യൂൾ ഓഫ് ആനിമൽ സെൽ ഈസ് മച്ച് സ്മോൾ. ഓക്കെ, ആനിമൽ സെല്ലിൽ നിങ്ങൾ വാക്യൂളിനെ തിരഞ്ഞു നോക്കിയാൽ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം കുഞ്ഞിതായിരിക്കും. ആനിമൽ സെല്ലിലെ വാക്യൂള് വളരെ ചെറുതും പ്ലാന്റ് സെല്ലിലെ വാക്യൂള് ഏകദേശം നല്ല വലുതുമായിരിക്കും. ഏകദേശം ആ സെല്ലിൻ്റെ ഉള്ളിലെ 50 മുതൽ 90% സ്ഥലവും ഈ വാക്യൂളായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അത്രയും വലുതായിരിക്കും. ബാക്കിയുള്ള സെൽ ഓർഗനലൊക്കെ ആ സെല്ലിൻ്റെ അരികിലായിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ടാവും. ഓക്കെ, പ്ലാന്റ് സെല്ലിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞേ. യെസ്, അപ്പോൾ ആനിമൽ സെല്ലിൽ വാക്യൂള് വളരെ ചെറുതും പ്ലാന്റ് സെല്ലിൽ വളരെ വലുതുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, യെസ്. ഇനി പ്ലാന്റ് സെല്ലിൻ്റെ അകത്ത് പ്ലാന്റ് വാക്യൂളിൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ. പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലാണ് ഏറ്റവും വലിയ വാക്യൂള് കാണുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ വലിയ വാക്യൂളിൻ്റെ പ്രത്യേകതകളാണ് ഇനി പറയുന്നത്. യെസ്, ദ പ്ലാന്റ് സെൽ വാക്യൂൾ ആർ ഫുൾ ഓഫ് സെൽ സാപ്പ്. ഓക്കെ, സെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരുതരം വെള്ളം, ഒരുതരം ഫ്ലൂയിഡാണ് സെൽ സാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ ഈ സെൽ സാപ്പ് ആയിരിക്കും ഈ വാക്യൂളിൻ്റെ അകത്ത് മൊത്തം ഉണ്ടാവുക. ഓക്കെ, പ്ലാന്റ് വാക്യൂളിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക? സെൽ സാപ്പ്. ഓക്കെ, യെസ്. Then plant vacuoles store amino acids, sugars, various organic acids, some proteins, etc. ഓക്കെ, ഇനി പ്ലാന്റിൻ്റെ ബോഡിയിൽ ഈ സെൽ സാപ്പ് എന്ന് പറയുന്ന വെള്ളം മാത്രമല്ല ഉണ്ടാവുക, മറിച്ച് അമിനോ ആസിഡുകൾ ഉണ്ടാവും, എടുത്തു വെച്ചിട്ടുണ്ടാവും വാക്യൂളിൻ്റെ അകത്ത്. ഷുഗേഴ്സ് ഉണ്ടാവും. ദെൻ പലതരത്തിലുള്ള ഓർഗാനിക് ആസിഡുകൾ ഉണ്ടാവും. അതുപോലെ ചില പ്രോട്ടീനുകൾ, സം പ്രോട്ടീൻസ്, ഇതെല്ലാം വാക്യൂളിൻ്റെ അകത്ത്
സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ആര്? പ്ലാന്റ് സെല്ല്. ഓക്കെ. ദെൻ ഇൻ സിംഗിൾ സെൽഡ് ഓർഗാനിസം, യെസ്, ഒറ്റ സെല്ലുകൾ മാത്രമുള്ള ജീവികൾ, അതായത് സച്ച് ആസ് അമീബ, ഒറ്റ സെല്ലല്ലേ ഉള്ളത്, യെസ്. അപ്പോൾ അമീബ പോലുള്ള ഏകകോശ ജീവികൾ, അതായത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്, അതിൻ്റെ അകത്തും വാക്യൂൾ ഉണ്ടാവും. ആ വാക്യൂൾ ഒരുപാട് ജോലികൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, സിംഗിൾ സെൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നമ്മൾക്കുള്ള പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റോ അങ്ങനെ സിസ്റ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. ഒരു സെല്ലാണ് അതിൻ്റെ ഫുൾ ബോഡി. അപ്പോൾ ആ സെല്ലിൻ്റെ അകത്തുള്ള വാക്യൂൾ അതിന് വേണ്ടിയിട്ട്, ആ ജീവിക്ക് വേണ്ടിയിട്ട് വസ്തുക്കൾ, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. മനസ്സിലായോ? അവർ കഴിക്കുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന അമിതമായിട്ട് കയറുന്ന വെള്ളം, അതുപോലെ അമിതമായിട്ടുണ്ടാവുന്ന വേസ്റ്റ്, ഇതെല്ലാം പുറന്തള്ളാൻ, എക്സ്പെൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് വാക്യൂളുകളാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, വാക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് സാക്കുകളാണ്, വസ്തുക്കൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് സെല്ലിൻ്റെ അകത്തുള്ള ഒരു സാധനമാണ് വാക്യൂൾ. പ്ലാന്റ് സെല്ലിൽ ഇത് വലുതും ആനിമൽ സെല്ലിൽ ചെറുതുമായിരിക്കും. ദെൻ പ്ലാന്റ് സെല്ലിനുള്ള വലിയ വാക്യൂളിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക? സെൽ സാപ്പ് കാണാൻ പറ്റും. അതൊരു വാട്ടറാണ്, അതായത് സെല്ലിൻ്റെ അകത്ത് ഉണ്ടാവുന്ന വെള്ളമാണ് സെൽ സാപ്പ്. ഓക്കെ, സെൽ സാപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ്, പലതരത്തിലുള്ള ഓർഗാനിക് ആസിഡ്സ്, പ്രോട്ടീൻ, ചില പ്രോട്ടീനുകളൊക്കെ വാക്യൂളിൻ്റെ അകത്താണ് കാണുക. ദെൻ ഇനി ആനിമൽസിൻ്റെ കേസ് വരികയാണെങ്കിൽ, സിംഗിൾ സെൽഡ് ആനിമൽസിൻ്റെ കേസിൽ, അതായത് ഒറ്റ സെല്ല് മാത്രമുള്ള ജീവികളുടെ ശരീരത്തിൽ കാണുന്ന വാക്യൂൾസ് അവർക്ക് വേണ്ടി ഫുഡ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കാറുണ്ട്, ഫുഡ് എടുത്ത് വെക്കാൻ സഹായിക്കാറുണ്ട്. അവർ വിഴുങ്ങുന്ന ഫുഡ് ഈ അവരുടെ ബോഡിയിൽ, ആ സെല്ലിൻ്റെ അകത്ത്, ഈ വാക്യൂളിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അവർക്ക് സ്റ്റൊമക്കൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വാക്യൂളിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുക. ഇനി ആ സെല്ലിൻ്റെ അകത്ത്, ആ ജീവിയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, അതുപോലെ അമിതമായിട്ട് എക്സസ് ആയിട്ട് കയറുന്ന വാട്ടർ, എൻ്റർ ചെയ്യുന്ന വാട്ടർ, ഇതെല്ലാം എക്സ്പെൽ ചെയ്യാൻ, പുറത്തേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും വാക്യൂൾസാണ്. ഓക്കെ, സോ നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഒന്നുകൂടി ക്ലാസ് എടുത്ത് തന്ന പോലെ തന്നെ റിവൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് in your hands and it is your turn to study the topics very well. If you want the notes that I am sharing in the class, please inform me privately. Okay children? Yes, that's all. Thank you. We will see you in the next class.